പലർക്കും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. എന്നാൽ മിനിമൽ കോസ്റ്റിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും എളുപ്പമാർന്ന വഴിയാണ് ഇ കൊമേഴ്സിലോട്ട് എൻട്രി ചെയ്യുക എന്നത്. അതായത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പ്രൊഡക്റ്റ് വിൽക്കുക എന്നത്. എന്നാൽ പല ആൾക്കാരും അവർ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നു, എന്നാൽ സെയിൽസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ആ ബിസിനസ് അവസാനിപ്പിക്കാറാണ് പതിവ്. അതേപോലെ ധാരാളം ഇൻഫ്ലുവൻസേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യ മാർട്ടിൽ നിന്ന് 200 രൂപയ്ക്ക് പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യുക, 600 രൂപയ്ക്ക് ആമസോണിൽ വിൽക്കാം, ബാക്കി കിട്ടുന്നതെല്ലാം പ്രോഫിറ്റ്. ഇങ്ങനെ തെറ്റായ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന ധാരാളം ഇൻഫ്ലുവൻസേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? ഒരു പ്രോഡക്റ്റിനെ എങ്ങനെ ചൂസ് ചെയ്യണം? ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലെ അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇൻഫ്ലുവൻസേഴ്സിന്റെ കാര്യം എടുക്കാം. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? 200 രൂപയ്ക്ക് പ്രൊഡക്റ്റ് മേടിക്കുന്നു, 600 രൂപയ്ക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നമുക്ക് വിൽക്കാൻ സാധിക്കുമോ എന്നതാണ് നമ്മൾ അവിടെ അറിയേണ്ടത്. ശരിയാണ്, അവർ പറഞ്ഞത് 600 രൂപയ്ക്ക് പ്രൊഡക്റ്റ് വിൽക്കാൻ സാധിക്കും. എന്നാൽ 200 രൂപയ്ക്കും 600 രൂപയുടെയും ഇടയിൽ വരുന്ന 400 രൂപ നമ്മുടെ പ്രോഫിറ്റ് അല്ല. അത് നമ്മളവിടെ മനസ്സിലാക്കണം. അതായത് ആമസോൺ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ അവർ നമുക്ക് ഫ്രീ ആയിട്ട് ലിസ്റ്റിംഗ് അനുവദിക്കുമോ? ഇല്ല. അവർക്ക് നിശ്ചിത ശതമാനം എമൗണ്ട് നമ്മൾ കൊടുക്കണം. അവരുടെ ലിസ്റ്റിംഗ് ഫീ ആയിട്ടും കമ്മീഷനുമായിട്ട് നമ്മൾ അവിടെ കൊടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഏതെങ്കിലും ഒരു വ്യക്തി പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കൈകളിലേക്ക് നമ്മൾ എത്തിക്കണം. അപ്പോൾ അവിടെ ഷിപ്പിംഗ് നടക്കണം. ഷിപ്പിംഗ് നടക്കുമ്പോൾ ചെറിയൊരു എമൗണ്ട് ഷിപ്പിംഗ് ആയിട്ട് പോകുന്നുണ്ട്. ഷിപ്പിങ്ങിനെ നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാൻ പറ്റും: ലോക്കൽ, റീജിയൻ, നാഷണൽ എന്നിങ്ങനെ. അപ്പോൾ ഓരോരോ നമ്മൾ ഏത് ലൊക്കേഷനിൽ നിന്നാണ് ഷിപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ച് ആ ഫീക്ക് തന്നെ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫീകൾ അവിടെ വരുന്നുണ്ട്. കൂടാതെ നമ്മുടെ പ്രോഫിറ്റ്, ടാക്സ്, ഇവയെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ അവിടെ പ്രോഫിറ്റ് തന്നെ, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണ് നമ്മളെ പ്രോഫിറ്റ് ആയിട്ട് വരുന്നത് എന്ന കാര്യം തന്നെ നമുക്ക് അവിടെ തീരുമാനിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പറയുന്നതല്ല ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫ്ലുവൻസറിന്റെ വാക്കും കേട്ടുകൊണ്ട് ഒരിക്കൽ പോലും നിങ്ങൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് അതുവഴി മില്യണർ ആകാം എന്നുള്ള ആകാംക്ഷ അല്ലെങ്കിൽ ആഗ്രഹം ഒന്നും വെച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. അതിന് പ്രോപ്പർ ആയിട്ടുള്ള റിസർച്ച് ആവശ്യമാണ്. അതേപോലെ തന്നെ ഇന്ത്യ മാർട്ടിൽ നിന്ന് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പറയാനുള്ള കാരണം, ഇന്ത്യ മാർട്ടിൽ പ്രത്യേകിച്ച് ഇന്ത്യ മാർട്ടിലെ സെല്ലേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഇന്ത്യ മാർട്ട് മുഖേന പർച്ചേസ് ചെയ്യുന്ന നമ്മളെപ്പോലെയുള്ളവർ കണക്ട് ചെയ്യപ്പെടുന്നത് വളരെ വലിയ ഇമ്പോർട്ടേഴ്സിനെയാണ്. അങ്ങനെ വരുന്ന സമയത്ത് അവർ ചൈനയിൽ നിന്നും 1, 2, 3 കണ്ടെയ്നറാണ് അവർ സാധനങ്ങൾ ഇറക്കുന്നത്. സാധനങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായും തങ്ങളുടെ പ്രൊഡക്റ്റ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർക്ക് 10% പ്രൊഡക്റ്റ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പോയാൽ മതി. ബാക്കി മൊത്തം എങ്ങനെയാണ് വരുന്നത്? നമ്മളെ പോലെയുള്ള സെല്ലേഴ്സ് അവരുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ ഓൾറെഡി വളരെ വലിയ റിസർച്ച് ടീമുണ്ട്. ഏത് പ്രൊഡക്റ്റാണ് ട്രെൻഡ് ആവാൻ സാധ്യതയുള്ളത്, അപ്പോൾ അതവർ നോർമലി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. നമ്മളൊക്കെ പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്ത് അവിടെ എത്തുമ്പോഴേക്കും അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആവശ്യത്തിന് പർച്ചേസും ഉണ്ടാക്കിയിട്ടുണ്ടാകും. സ്വാഭാവികമായും കുറച്ച് റിവ്യൂകളും അവരുണ്ടാക്കിയിട്ടുണ്ടാകും. പിന്നെ മാർക്കറ്റിൽ നമ്മൾ ലിസ്റ്റ് ചെയ്ത പ്രോഡക്റ്റ് ബൂം ആകുമ്പോഴേക്കും സ്വാഭാവികമായും അവർക്ക് നല്ല റിവ്യൂ ഉണ്ട്, റാങ്കിങ്ങും ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും അധികം പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നതും അവരായിരിക്കും. സ്വാഭാവികമായും നമ്മൾ അവിടെ ഒരു ട്രാപ്പിൽ അകപ്പെടുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നത്, നമ്മൾ ഒരു കുറുക്കൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വേണം പ്രോഡക്റ്റ് റിസർച്ച് ചെയ്യേണ്ടത്. അതായത് നമ്മൾ നോർമലി ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പ്രൊഡക്റ്റ് റാങ്കിങ് അല്ലെങ്കിൽ മികച്ച തരത്തിലുള്ള സെയിൽസ് കിട്ടുന്നു എന്നിവയെ ബേസ് ചെയ്തുകൊണ്ട് ഒരിക്കലും പ്രൊഡക്റ്റ് ചൂസ് ചെയ്യരുത്. പറയാനുള്ള കാരണം, പ്രൊഡക്റ്റ് അങ്ങനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും റിവ്യൂ ഇല്ലാത്തതുകൊണ്ട് സെയിൽസ് നടക്കത്തില്ല. നമ്മൾ തന്നെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് റിവ്യൂവിനെ അടിസ്ഥാനമാക്കിയിട്ടല്ലേ. റിവ്യൂ ഇല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ ഒന്ന് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിവ്യൂ വേണം. രണ്ടാമത്, നമ്മൾ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ പ്രൈസിങ് വാർ അവിടെ നടക്കുന്നുണ്ടാകും. അതായത് അവരുടെ കോസ്റ്റ് പരമാവധി റെഡ്യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അവരവിടെ പ്രൈസ് ഇട്ടിട്ടുള്ളത്. നമ്മൾ സ്വാഭാവികമായും പ്രൈസ് കയറ്റിയിട്ടായിരിക്കും ഇട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ പ്രൈസ് കുറച്ചിട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ ലാഭം അത്രയധികം കുറഞ്ഞിട്ടും ഉണ്ടാകും. അതും നമ്മളവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിവിടെ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചൈനയിൽ സക്സസ് ആയ പല പ്രൊഡക്റ്റുകളും അമേരിക്കയിൽ സക്സസ് ആവുന്നുണ്ട്. അമേരിക്കയിൽ സക്സസ് ആയ പല പ്രൊഡക്റ്റുകളും ഇന്ത്യയിലും സക്സസ് ആവും. എന്നാൽ ചെറിയ ഒരു ടൈം പീരീഡിന്റെ ഗ്യാപ്പ് അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ
Amazon.in നമ്മൾ റിസർച്ച് ചെയ്യുന്നതിന് പകരമായിട്ട് Amazon.com പോയി നമ്മൾ റിസർച്ച് ചെയ്യണം, പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്യണം. ഒന്ന്. രണ്ടാമത് ചൈനയിൽ പോയി പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്യണം. അപ്പൊ ചൈനയിൽ പോകാൻ നമുക്ക് പറ്റുമോ? ഇല്ല. ഓപ്ഷൻ ഉണ്ട്. ടീമു എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അത് മുഖേന പ്രൊഡക്റ്റിനെ നമുക്ക് റിസർച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ ഇന്ത്യ മാർട്ടിൽ പോയി സെർച്ച് ചെയ്യണം. 10ൽ താഴെ ലിസ്റ്റിങ്ങൾ ഉണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ ആ പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് Amazon.in 10ൽ താഴെ ലിസ്റ്റിംഗ് ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ആ പ്രൊഡക്റ്റ് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് കണ്ടെത്തി വേണം നമ്മൾ ലിസ്റ്റ് ചെയ്യേണ്ടത്. കാരണം കൂടുതൽ ലിസ്റ്റിങ്ങുകൾ വരുന്ന സമയത്ത് സ്വാഭാവികമായും ആ ഏരിയയിൽ വളരെ വലിയൊരു കോമ്പറ്റീഷൻ ആണ് നടക്കുന്നത്. സ്വാഭാവികമായും നമുക്ക് ഓർഡറുകളൊന്നും തന്നെ കിട്ടാത്ത അവസ്ഥയും വരും. എന്നാൽ 10ൽ താഴെ ലിസ്റ്റിങ്ങുകൾ ഉള്ള സമയത്ത് നമ്മൾ ആ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി ഓർഡറുകൾ കിട്ടുകയും ചെയ്യും. വളരെ വലിയൊരു ടൈം പീരീഡ് ഗ്യാപ്പ് നമുക്ക് കിട്ടുകയും ചെയ്യും പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള. അത് അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യണം, അല്ലെങ്കിൽ പ്രൈവറ്റ് ലേബിൾ ചെയ്യണം. നമ്മുടെ ഓൺ ബ്രാൻഡിൽ പ്രൊഡക്റ്റ് നമ്മൾ സെല്ല് ചെയ്യണം. നിങ്ങൾ ആമസോണിൽ ധാരാളം പ്രൊഡക്റ്റുകൾ സക്സസ് ആവുന്നു, വളരെ വലിയ ഓർഡറുകൾ കിട്ടുന്നു, ഹീലിയം ടൺ ടൂളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഓരോരുത്തരുടെ ഓർഡറിന്റെ വാല്യൂ ഒക്കെ അളക്കുന്നു. അതിനുശേഷം ആ പ്രൊഡക്റ്റിന് പുറകെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും മികച്ച കോമ്പറ്റീഷൻ അവിടെ ഉണ്ട്. നമുക്ക് ഓർഡറുകൾ കിട്ടുന്ന സാധ്യത വളരെ ചുരുങ്ങിയതായിരിക്കും. എന്നാൽ അതിനെ മറികടക്കണമെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റിന് മികച്ച തരത്തിലുള്ള റിസർച്ച് ചെയ്യണം. ചൈനയിലും അമേരിക്കയും പോലുള്ള വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ടീമുവിലും Amazon.com പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്ത് ആ ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് അവിടെ സക്സസ് ആവുന്നത് അത് കണ്ടെത്തി, ഇവിടെ അതിൻ്റെ സപ്ലൈസ് കണ്ടെത്തി അവരുടെ കയ്യിൽ പ്രൊഡക്റ്റ് വാങ്ങി വെച്ച് എത്രയും പെട്ടെന്ന് ലിസ്റ്റിംഗ് ചെയ്ത് മാക്സിമം ഓർഡർ എടുക്കുകയാണ് അവിടെ വേണ്ടത്. അല്ലാത്ത പക്ഷം കുറേ ലിസ്റ്റിംഗ് ഉള്ള പ്രൊഡക്റ്റുകളുമായി ബന്ധപ്പെട്ട് അതേ പ്രൊഡക്റ്റിനെ നമ്മളും ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലുള്ള സെയിൽസും കിട്ടത്തില്ല. നമ്മൾ സ്വാഭാവികമായും ആ മാർക്കറ്റിൽ നിന്ന് നമുക്ക് നടക്കുന്ന പരിപാടിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവേണ്ടി വരും. അല്ലെങ്കിൽ നഷ്ടക്കച്ചവടമാണ്, നമുക്ക് സക്സസ് ആവുന്നില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ഇന്ത്യ മാർട്ടിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണ് ഈ പ്രൊഡക്റ്റിൽ കോമ്പറ്റീഷൻ എത്രത്തോളം ഉണ്ട് എന്ന കാര്യം വ്യക്തമായി മനസ്സിലാക്കി വേണം ഒരു പ്രൊഡക്റ്റിനെ തന്നെ ചൂസ് ചെയ്യേണ്ടത്. ഈ വീഡിയോ വളരെ ഉപകാരമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമെന്ന് നമുക്ക് വീണ്ടും കാണാം. ബൈ.